ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ, അപ്പം ഞാൻ കളിക്കാനൊക്കെ പോകുമ്പോ നല്ല വിശപ്പാണ്. അപ്പൊ ഈ കളിക്കാൻ പോകണോണ്ടാണോ എന്താണ് അറിയില്ല, സ്കൂളിൽ പോകുമ്പോ എത്ര വിശപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കളിക്കുന്നോണ്ടോ എന്തൊക്കെയാണ്, വെയിലൊക്കെ ആയിട്ടാണോ എന്താ അറിയില്ല, നല്ല വിശപ്പാണ്. അപ്പൊ ഇന്നെന്താ അമ്മേനോട് ചായക്ക് കടി ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഒന്നുമില്ല പറഞ്ഞു. അപ്പൊ ഇടയ്ക്കൊക്കെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന് ചേമ്പ് കളിക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അമ്മേന്റെ അടുത്ത് അമ്മ ഒന്നും ഇല്ല പറഞ്ഞപ്പോ ഞാൻ ചേമ്പ് കളിക്കില്ല പറഞ്ഞു. സാധാരണ ഈ ടൈം ആകുമ്പോഴേക്ക് ഞങ്ങള് ചേമ്പൊക്കെ കളിച്ച് തിന്നേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം എന്താ വെച്ചാ വല്ലാതെ കളിച്ച് തിന്നിട്ടൊന്നുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചേമ്പ് ഇപ്രാവശ്യം കുറച്ച് നട്ടിട്ടുള്ളൂ, അതുകൊണ്ടും കൂടിയാണ്. കളിക്കുന്നതിന്റെ പിന്നെ ഞാൻ പോയി കളിച്ചതാണ്. അത് കൊത്തിയത് തന്നെ ഒരു ചേമ്പിന്റെ വിത്തുമില്ലായിരുന്നു. നല്ല വൃത്തിക്ക് കൊത്തിയോണ്ട് തന്നെ നല്ല രസത്ത് ഞാൻ കൊത്തിയിട്ടുണ്ട്. ഇത് നല്ല വൃത്തിക്ക് കൊത്തിയാണ് അതിന്റെ ബാക്കി നല്ലൊരു കേങ്ങായിരുന്നു. ഞാൻ നല്ല ചേൽക്ക് അമ്മയ്ക്ക് അരിയാതെ വെക്കാൻ വേണ്ടി ഞാൻ നല്ല ചേൽക്കൊന്ന് വെട്ടി കൊടുത്തു. ആഗ്രഹം അവിടെ ആദ്യം നല്ല വണ്ണുള്ള ചേമ്പത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം മരങ്ങളൊക്കെ പൊന്തിയോണ്ടാ തോന്നുന്നു ചേമ്പത്തിന് മണ്ണൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ വിത്തും കൊണ്ട് അമ്മ പോന്നു കേട്ടോ. ഇത്ര ചേമ്പേ കിട്ടിയിട്ടുള്ളൂ. നല്ല വെയിലല്ലേ, മണ്ണൊക്കെ നല്ല ഉറച്ച് കിടക്കുകയാണ്, കൊത്താനൊന്നും വയ്യ. പിന്നെ കൈക്കോട്ട് കൊത്തുമ്പോഴേക്ക് ചൂടായിട്ട് വിയർത്ത് മുങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേ കളിച്ചിട്ടുള്ളൂ. പിന്നെ ഇനി ഇത് പുഴുങ്ങാന്ന് വിചാരിച്ചു ചായക്ക്. അപ്പം ഇനി തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം. ഇനി ഇത് അമ്മയ്ക്ക് മുറിക്കേണ്ടി വരൂല, ആവശ്യമൊന്നുമില്ല, മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി തോല് മാത്രം ഒന്ന് കളഞ്ഞ് കിട്ടിയാൽ മതി. അമ്മ നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുത്തത് അത് ചേച്ചി കൊടുത്താൽ കേട്ടോ. പിന്നെ ഞങ്ങളെ വീട്ടിൽ എല്ലാവർക്കും ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ്. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുക്കാം. ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ചേമ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാനുണ്ട്. നല്ല ചൂടാണ് ഇവിടെ, നല്ലപോലെ വിയർത്തൊലിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് കഴിക്കാന്ന് വെച്ചു. ഈ ചൂടുള്ള ചേമ്പും കൂടി ആയാലും അധികം ചൂടാവും. അപ്പം ഇനി ഒന്ന് ചൂടാറിച്ച് ചമ്മന്തി, മുളക് ചമ്മന്തി അരയ്ക്കാന്ന് വെച്ചു. ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അങ്ങനെ ചേമ്പും ചമ്മന്തി കൂട്ടി കഴിക്കാണ് ഗൈസ് ഞങ്ങള്. ഈ ചേമ്പ് ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നല്ല. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.